എന്ത് പ്രാന്താണ് കാണിക്കണേ? നമസ്കാരം. ബ്രൈറ്റ് വിഷന്റെ വിജയഗാഥ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബ്രൈറ്റ് വിഷന്റെ വിജയിച്ചു വരുന്ന ആളുകളെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ആണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ആഷിറാണ്. ആഷിറിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാം. വ്യവസായ പ്രമുഖനായ, കേരളത്തിനകത്തും പുറത്തൊക്കെ ഒരുപാട് പേരുകൾ കേട്ട ഒരാളാണ് ആഷിർ. ആഷിറിന്റെ വിജയരഹസ്യം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ആഷിർ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. സുഖമാണ്. സുഖകരം. അപ്പോൾ നമ്മൾ ഈ വിജയഗാഥ എന്ന സെറ്റിൽമെന്റിൽ ഈ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ജീവൻ തന്നെ അവസാനിപ്പിക്കാനായിട്ട് ട്രെയിനിന് തലവെക്കാൻ പോയ ആളാണ്. എന്താ പറയാ, ഇത് കൗതുകമാണോ ആകാംക്ഷയാണോ എന്ന് എനിക്കറിയില്ല. ജീവിതം അവസാനിക്കാൻ വേണ്ടിയിട്ട് ട്രെയിന് തലവെക്കാൻ പോയ ഒരാള് ഇന്ന് കോടികളുടെ അധിപതിയാണ്. അപ്പൊ നമ്മുടെ ബ്രൈറ്റ് വിഷൻ ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആഷിറിന്റെ ആ കഥകളൊന്നും നമുക്ക് കേട്ടോക്കാം. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാ ട്രാക്കില്? എന്ത് പ്രാന്താണ് കാണിക്കണേ? വണ്ടി ഏടി എന്ത് ബുദ്ധിമോശാടായി കാണിക്കണേ? നീ നടക്ക്, നമുക്ക് സംസാരിക്കാം. പറ, എന്താ നിനക്ക് പ്രശ്നം? മരിക്കാൻ മാത്രം എന്താ നിനക്ക് പറ്റിയത്? ഇപ്പൊ ഞാനും കൂടെ ചത്തിട്ടുണ്ടാവൂലേ? എന്താടാ പറ്റിയത്? ആഷിറേ പറയടാ, പറ ആഷിറേ. എടാ, നിനക്കറിയില്ലേ, ഞാൻ ചെയ്യാത്ത പണികളില്ല, ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകളില്ല. ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ലടാ. എടാ, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കണല്ലേടാ. അതൊന്നുമല്ലടാ, എൻ്റെ വാപ്പ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാനൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വാപ്പ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് എനിക്കിട്ട് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാ മാതാപിതാക്കളും ചെയ്യണല്ലേടാ. നിനക്കറിയോ? കുഞ്ഞോ, ഇതൊന്ന് ഒപ്പിട്ട് ഞങ്ങള്. അതെന്തിനാടാ? ഞാനേ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടിരുന്നു ഇവിടെ. അപ്പൊ അത് യൂണിഫോമിന്റെ ഒക്കെ കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്ന കേസാ. അപ്പൊ ഞാൻ ആധാരമായിട്ട് ബാങ്കിൽ പോയിരുന്നു. അപ്പൊ നിങ്ങൾ 2 ഒപ്പും കൂടെ വേണം പറഞ്ഞു. ഇവിടെ 2 ഒപ്പിട്ട, ഈ പേപ്പറിൽ ആ പേപ്പറിൽ 2 ഒപ്പിട്ടാണ്. അല്ലാഹു ഖൈറാക്കട്ടെ. ഓക്കെ, അത് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. സാർ വരൂ. അല്ലേ? അതെ സാർ. തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചല്ലോ, താൻ വന്നില്ല. സ്റ്റാഫിനെ പറഞ്ഞിട്ട് എന്നിട്ടും വന്നില്ല. എന്തു പറ്റി? സാർ, ബിസിനസ് ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ആകെ പ്രശ്നത്തിലാണ് സാർ. ആശ്വരേ, ബാങ്കിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നൊന്നും ബാങ്കിന്റെ പ്രശ്നമല്ല, അത് ബാങ്കിനെ ബാധിക്കില്ല. ബാങ്കിന് വരേണ്ട അടവുകൾ കറക്റ്റായിട്ട് വന്നിരിക്കണം. സാർ, എനിക്ക് കുറച്ചും കൂടെ അവധി തരാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും ചെയ്ത് അടച്ചോളാം. ആശ്വരേ, നിങ്ങൾക്ക് തന്ന അവധിയുടെ അവധിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട് ജപ്തി ചെയ്യില്ലാതെ ബാങ്കിന് മറ്റൊരു മാർഗം. അതൊക്കെ പോട്ടെ, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. നടക്ക്, വീട്ടിൽ പോവാം. അതിനൊക്കെ ഒരു മാർഗം ഉണ്ടാവും. ഇറങ്ങ്. ശരിയാവൂടാ, എല്ലാവരെയും അവസ്ഥ ഇതൊക്കെ തന്നെ.
ആ യാസ്രേ ഇജ്ജ് എവിടെയേനി? എന്നെ രാവിലെ മുതൽ തരലെടുത്തേന് ഇപ്പ. കുഞ്ഞോ ഇജ്ജ് എവിടെയാടാ? കുഞ്ഞോ നീ എന്താ കരീനെ? ഇപ്പൊ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. ആ എന്നിട്ട് നമ്മുടെ വീട് ജപ്തി ചെയ്യണം. കാലം കുറെ നിങ്ങൾ എന്നെ കൊണ്ട് ഇടങ്ങേറാണ്. ഇതുവരെ എന്നെ കൊണ്ടൊരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പതാ ഇതു. ആ കുഞ്ഞോ ഇത് നോക്ക്. എന്താ ഇത്? പണ്ട് ഈ പെരുമലേ ഞാൻ ലോൺ എടുത്തിന്, അതിന്റെ അടച്ച് തീർത്ത റെസീറ്റാണ്. അന്ന് ഞാൻ ലോൺ എടുത്തതേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിന്. ഇന്ന് ഞാൻ ഒപ്പിട്ടതേ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്നെ കൊണ്ട് നമ്മുടെ വീടും പോകാൻ പോവാണ്. വീട് പോവാണെങ്കിൽ പോട്ടടാ, വീട് നമുക്ക് ഇനി ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ കുട്ടിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. സാറിലടാ കരയല്ലേ, ഇപ്പം എൻ്റെ കുട്ടി രക്ഷപ്പെടും. അതിപ്പോൾ കരയാം. വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ആഷിറിന്റെ കഥ നമ്മൾ കേട്ടപ്പോൾ. ഇന്ന് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഈ കോടീശ്വരന്റെ വിജയത്തിന് പിന്നിൽ സ്വന്തം വാപ്പയുടെ പ്രചോദനമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു. ഇനിയും ഇതുപോലുള്ള പ്രതിഭകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.